നല്ല വെയിലത്താണ് ഈ അഗ്ലോണിമ ചെടി ഇരിക്കണേ. പക്ഷേ ഇലകളൊന്നും കരിഞ്ഞ പോലെ കാണുന്നില്ല. ഇവിടെയുള്ള മറ്റ് ഇനം അഗ്ലോണിമ ചെടികളൊക്കെ തണലത്താണ് വയ്ക്കാറ്. നല്ല വെയിലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോണ പോലെ കാണാം. ഇതൊരു പക്ഷേ വേറെ ഇനമായിരിക്കും. ഈ ഇനം ഇവിടെ അധികം കണ്ടിട്ടില്ല. ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള ഒരു രസകരമായ കഥയാണ്. അതായത് ഇതായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതോ നട്ടുണ്ടാക്കിയതല്ല. ഇത് താനേ ഒരു ചെടിച്ചട്ടിയിൽ മുളച്ചുണ്ടായതാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചി നട്ട ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. ഇഞ്ചി ചെടികൾ ഒരു ചീഞ്ഞു തുടങ്ങിയൊരവസ്ഥയാണ് ഈ ചെടിച്ചട്ടിയിൽ കാണുന്നത്. കണ്ടോ, 3 ചെടികൾ 3 മൂലക്കിലായിട്ടുണ്ട്. നന്നായിട്ട് വളർന്നിരുന്നതാണ്. നല്ല ശക്തിയുള്ള മഴയുള്ള സമയത്ത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അത് രണ്ടും ചീഞ്ഞു പോയത്. മഴയുടെ ശക്തി കൊണ്ടോ അതോ വേറെ എന്തെങ്കിലും കേട് വന്നോന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കരിയിലൊക്കെ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഈ ഒരു ഇല വന്നു. ആദ്യം എനിക്കൊരു സംശയം, ഇത് അഗ്ലോണിമയാണോ അതോ വല്ല ചില കളർ ഇലയുള്ള ചേമ്പുകളുണ്ടല്ലോ അതാണോന്നായിരുന്നു സംശയം. പിന്നെ അതിങ്ങനെ വളർന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരിയിലകളൊക്കെ പോയപ്പോൾ അവിടെ ഒരു തണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയോ ഒരു അഗ്ലോണിമ ചെടിയുടെ തണ്ട് അവിടെ പെട്ടു. അത് പിന്നീട് വളർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നല്ല മഴയുള്ള സമയമായതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവരുമ്പോൾ കണ്ടിരുന്നില്ല. ഇത് വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഇഞ്ചി ചെടികളെല്ലാം കൂടെ. അപ്പം നല്ല ഉഷാറിൽ ഇഞ്ചി വളരുന്നുണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് പോയി. ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത മഴക്കാലം ആകുമ്പോൾ ഇഞ്ചി വീണ്ടും മുളച്ചു വരുമോയെന്നറിയില്ല. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇഞ്ചി പറിച്ചെടുത്തിട്ടൊന്നുമില്ല. ഏതായാലും അതൊരു അപൂർവ അവസ്ഥയായി മാറി. ഇപ്പോൾ ചെടി നന്നായിട്ട് വളരുന്നുണ്ട്, നേരത്തെ കണ്ടല്ലോ.